6ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠം ലഹ്ലാത്തുൻ ലാ തുൻസ, മറന്നു പോകാത്ത നിമിഷങ്ങൾ. മറക്കാൻ കഴിയാത്ത നിമിഷങ്ങൾ എന്ന പേരിൽ ഉള്ള പാഠം സൽമാൻ എഴുതുന്ന ഒരു ഡയറി കുറിപ്പാണ്. കതബ സൽമാൻ മുഫക്കിറത്തൻ, സൽമാൻ ഒരു ഡയറി എഴുതി. അൻ തജ്രിബത്തിഹി, അവൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്. ദാലിക്കല്യവും, ആ ദിവസം. സൽമാൻ ഗോളടിച്ച് വിജയിപ്പിച്ച ആ ദിവസം അന്നത്തെ അനുഭവങ്ങളെക്കുറിച്ച് ഒരു ഡയറി എഴുതി. അന്നത്തെ ഗോളടിച്ച ആ അനുഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഡയറി എഴുതി. ആ ഡയറിയാണിത്. വായിച്ചു നോക്കാം. ലൻ അൻസ ദാലിക്കല്യവുമ, അല്ലെങ്കിൽ ലൻ അൻസ ഹാദല്യവുമ എന്ന് പറഞ്ഞു. ഈ ദിവസം ഞാൻ മറക്കുകയില്ല. ഗോളടിച്ച അന്ന് തന്നെയാണ് ഡയറി എഴുതുക അല്ലേ. അപ്പോൾ ഈ ദിവസം ഞാൻ മറക്കുകയില്ല. വസൽന ഇലൽ മുബാറാത്തിൻ നിഹായത്തി, വസൽന ഇലൽ മുബാറാത്തിൻ നിഹായിയത്തി, ഞങ്ങൾ ഫൈനൽ മത്സരത്തിലെത്തി. ഫൈനലിലെത്തി ഞങ്ങൾ. ഫുട്ബോൾ മത്സരം കുറേ മത്സരങ്ങൾ കഴിഞ്ഞാലാണ് ഫൈനലിലെത്തുക. എല്ലാ മത്സരങ്ങളിലും ജയിച്ച അവസാനം ഫൈനലിലെത്തും. ഫൈനലിലെത്തി. കൽബി യദുക്കു കദ്ദഫ്, എൻ്റെ ഹൃദയം ദഫ് പോലെ മിടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ജിജ്ഞാസ അല്ലേ, ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ കാരണം ഇവൻ ടീമിൻ്റെ ക്യാപ്റ്റനാണല്ലേ, അപ്പോൾ കൂടുതൽ മാനസിക സംഘർഷമുണ്ടാകും. അങ്ങനെ എൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു പതിവിൽ കൂടുതൽ ശബ്ദത്തിൽ. ദഹൽനൽ മൽ അബ, ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. സ്വാഹൽ മുഷാഹിദൂന ജമീയൻ, കാണികളെല്ലാവരും ആർത്തുല്ലസിച്ചു. സ്വാഹ, ആർത്തിരമ്പി. അൽ മുഷാഹിദൂന, കാണികൾ. ജമീയൻ, എല്ലാവരും. അങ്ങനെ ബദഅത്തിൽ മുബാറാത്തു, മത്സരം തുടങ്ങി. കഅന്നനാ ഫി മൈദാനിൽ ഹർബി, ഞങ്ങൾ യുദ്ധക്കളത്തിലായതുപോലെയായിരുന്നു. അത്രയും വീറും വാശിയുമുള്ള മത്സരമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഫജഹത്തൻ, പെട്ടെന്ന്. ജാഅത്തിൽ കുറത്തു ഇലയ്യ, ബോൾ എൻ്റെ അടുക്കലേക്ക് വന്നു. സദത്തുൽ കുറത്ത് ബിക്കുല്യ ഖുവ്വത്തിന് ഇലൽ മർമ, ഞാൻ സർവ്വശക്തിയുമെടുത്ത് ബോളിനെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു. സദത്തു, ഞാൻ കിക്ക് ചെയ്തു, ചവിട്ടിത്തെറിപ്പിച്ചു. അൽ കുറത്ത, ബോൾ, പന്ത്. ബിക്കുല്യ ഖുവ്വത്തിൻ, എല്ലാ ശക്തിയോടെയും. ഇലൽ മർമ, ഗോൾ പോസ്റ്റിലേക്ക്. അങ്ങനെ തമവ്വജൽ മൽ അബു ബിസ്സഗാരീദ്, ആരവങ്ങളാൽ ഗ്രൗണ്ട് ഇളകിമറിഞ്ഞു. തമവ്വജ, ഇളകിമറിഞ്ഞു. അൽ മലബു, കോർട്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്. കാണികളുടെയൊക്കെ സഗാരീദിനാൽ, ആരവങ്ങളാൽ ഇളകിമറിഞ്ഞു. ഹദഫ്, ഹദഫ്, ഗോൾ, ഗോൾ എന്ന് ആർത്തട്ടഹസിച്ചു എല്ലാവരും. തിൽക്ക ലഹ്ലത്തു കാനത്ത് മിൻ അർവഇ ലഹ്ലാത്തിൻ ഫി ഹയാത്തി, ആ നിമിഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. തിൽക്ക ലഹ്ലത്തു, ആ മൊമെൻറ്റ്, ആ നിമിഷം, ആ ഒരു സമയം. കാനത്ത് മിൻ അർവഇ ലഹ്ലാത്തിൻ, ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ. ഇതാണ് സൽമാൻ എഴുതിയ ഡയറി. ഇനി നുലാഹിദുൽ ജുമല, നമുക്ക് സെൻറ്റൻസുകൾ നിരീക്ഷിക്കാം. അല്ലാത്തിയ, താഴെയുള്ള സെൻറ്റൻസുകൾ നിരീക്ഷിക്കാം. വ നുറത്തിബുഹ ഹസബൽ മുഫക്കിറ, എന്നിട്ട് അതിനെ ഡയറിയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്താം. ഇവിടെ ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് സെൻറ്റൻസുകൾ. വായിച്ചു നോക്കാം. തമവ്വജൽ മൽ അബു ബിസ്സഗാരീദ്, ഗ്രൗണ്ട് ആരവങ്ങളാൽ ഇളകിമറിഞ്ഞു. ദഖൽനൽ മൽ അബ, ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. വസൽന ഇലൽ മുബാറാത്തിൻ നിഹായിയത്തി, ഞങ്ങൾ ഫൈനൽ മത്സരത്തിലെത്തി. സദത്തുൽ കുറത്ത ബിക്കുല്യ ഖുവത്തിൻ, എല്ലാ ശക്തിയോടെയും ഞാൻ ബോളടിച്ചു. ബദഅത്തിൽ മുബാറാത്ത്, മത്സരം തുടങ്ങി. ഇതിലാദ്യം വരേണ്ടത് ഏതാണ്? വസൽന ഇലൽ മുബാറാത്തിൻ നിഹായിയ അല്ലേ, ഞങ്ങൾ ഫൈനലിലെത്തി. പിന്നെയോ, പിന്നെ വരേണ്ടത് ദഖൽനൽ മൽ അബ, ഞങ്ങൾ ഗ്രൗണ്ടിൽ പ്രവേശിച്ചു. അതിനുശേഷം ബദഅത്തിൽ മുബാറാത്തു, മത്സരം തുടങ്ങി. പിന്നെയോ സദത്തുൽ കുറത്ത ബിക്കുല്യ ഖുവത്തിൻ, ഞാൻ ബോള് ശക്തിയായി അടിച്ചു. ഏറ്റവും അവസാനം തമവ്വജൽ മൽ അബ് ബിസ്സഗാരീദ്, മൽ അബ് ആരവങ്ങളാൽ അലയടിച്ചു. ഓക്കെ, ഇനി നഖ്റ ഉൻ നസ്സ, പാഠഭാഗം വായിച്ചു നോക്കാം. വനഖ്താറുൽ അഫ്ആലൽ മാദിയത്ത, എന്നിട്ട് മാദിയായ ഫീലുകൾ കണ്ടെത്താം. ഉദാഹരണമായിട്ട് വസൽന എന്നവിടെ കൊടുത്തിട്ടുണ്ട്. വസൽന എന്നാൽ ഞങ്ങളെത്തി. അതേപോലെയുള്ള മാദിയായ ഫീലുകൾ ഇതിൽ ഇനിയുണ്ടോ എന്ന് നോക്കാം.
വസൽന ആദ്യത്തെ വരിയിൽ തന്നെ കാണുന്നുണ്ടല്ലേ. രണ്ടാമത്തെ വരിയിൽ ദഖൽന എന്നുണ്ട്, അതും മാദിയായ ഫീലാണ്. ദഖല എന്നാൽ പ്രവേശിച്ചു, ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു. പിന്നെ സ്വാഹ ആർത്തുല്ലസിച്ചു, ആർത്തിരമ്പി, അട്ടഹസിച്ചു അല്ലേ, സ്വാഹ അതും മാദിയായ ഫീലാണ്. ബദഅത്ത് തുടങ്ങി, അതും മാദിയായ ഫീലാണ്. പിന്നെയോ ജാഅത്ത് വന്നു, അതും മാദിയായ ഫീലാണ്. സദത്തു ഞാൻ കിക്ക് ചെയ്തു, സദത്തു എന്ന് എഴുതണം, തു എന്ന് വന്നാൽ ഞാൻ ചെയ്തു എന്നുള്ള അർത്ഥം കിട്ടും. സദത്തു അതാണ് മാദിയായ ഫീൽ, ഞാൻ കിക്ക് ചെയ്തു. പിന്നെ തമവ്വജ അലയടിച്ചു, ഇളകിമറിഞ്ഞു. ഓക്കെ, ഇത്രയുമാണ് മാദിയായ ഫീലുകൾ. കാനത്ത് ഉണ്ട്. ഓക്കെ, പിന്നെ നുക്കുമിലു മുഫക്കിറത്തൻ യോമിയത്തൻ, നമുക്ക് ഡയറി പൂരിപ്പിക്കാം. ബിസ്തിഖദാമി അൽ അഫാലി ബൈനൽ കൗസൈനി, ബ്രാക്കറ്റിലുള്ള വാക്കുകൾ, ബ്രാക്കറ്റിലുള്ള ഫേലുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ ഒരു ഡയറിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഓരോ പോയിൻ്റ് ഇട്ടുകൊണ്ട്. അതിൽ ഫേലുകൾ വിട്ടുപോയിട്ടുണ്ട്, ആ ഫേലുകൾ നമ്മൾ ചേർക്കണം. ഫെയിൽ എവിടെ കിട്ടും? ഓരോ വാക്കിനും നേരെയുള്ള, ഓരോ സെൻറ്റൻസിനും നേരെയുള്ള ബ്രാക്കറ്റിൽ ഫെയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് വായിച്ച് നോക്കാം. മിനന്നോമി സ്വബാഹൻ എന്നാണ്, ഉറക്കിൽ നിന്നും രാവിലെ. ബ്രാക്കറ്റിലുള്ള വാക്ക് ഇസ്തേഖല, ഉണർന്നു. അപ്പോൾ അതവിടെ ഉദാഹരണമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാണ് എഴുതിയിരിക്കുന്നത്? ഇസ്തേഖൽത്തു, ഞാൻ ഉണർന്നു എന്നാണ്. ഇസ്തേഖല എന്നത് മാറ്റിയിട്ട് ഇസ്തേഖൽത്തു എന്നാക്കി, ഞാൻ ഉണർന്നു. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഞാനാണല്ലേ, ഞാനാണ് എഴുതുക, എല്ലാം ഞാൻ എന്നാക്കണം. ഞാൻ ഉറക്കിൽ നിന്നും രാവിലെ എഴുന്നേറ്റു. ഇനി അടുത്ത വരിയിലുള്ളത് അൽ അസ്നാന എന്നാണ്. അസ്നാൻ മീൻസ് പല്ലുകൾ. ബ്രാക്കറ്റിലുള്ളത് നല്ലഫ, വൃത്തിയാക്കി. അവിടെ ചേർക്കേണ്ടത് ഞാൻ പല്ലുകൾ വൃത്തിയാക്കി എന്നാണ്. ഇതിലുള്ള എല്ലാം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. നല്ലഫ എന്നതിനെ ഞാൻ വൃത്തിയാക്കി എന്നെങ്ങനെ പറയും? നല്ലഫ്തു, ഞാൻ വൃത്തിയാക്കി അൽ അസ്നാന, പല്ലുകൾ. അടുത്തത് അൽ ഫത്തൂർ, ബ്രേക്ക്ഫാസ്റ്റ്. ബ്രാക്കറ്റിൽ തനാവല, കഴിച്ചു, ഞാൻ കഴിച്ചു എന്നാക്കണം. തനാവൽത്തു, തനാവൽത്തുൽ ഫത്തൂറ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അൽ ജരീദത്ത്, പത്രം. ബ്രാക്കറ്റിൽ ഖറഅയാണുള്ളത്, വായിച്ചു. ഞാൻ വായിച്ചു എന്നെങ്ങനെ പറയും? ഖറഅത്തു, ഖറഅത്തുൽ ജരീദത്ത്, ഞാൻ പത്രം വായിച്ചു. പിന്നെ ദഹബ, പോയി. ബ്രാക്കറ്റിൽ ഇലൽ മദ്രസ, സ്കൂളിലേക്ക്, ഞാൻ സ്കൂളിലേക്ക് പോയി. ദഹബ്തു ഇലൽ മദ്രസ, ഞാൻ സ്കൂളിലേക്ക് പോയി. പിന്നെ ദുറൂസ്, പാഠങ്ങൾ. കതബ, എഴുതി. ഞാൻ എഴുതി എന്നെങ്ങനെ പറയും? കതബ്തു ദുറൂസ, ഞാൻ പാഠങ്ങൾ എഴുതി. അടുത്തത് മിനൽ മദ്രസത്തി മസാഅൻ, സ്കൂളിൽ നിന്നും വൈകുന്നേരം. വൈകുന്നേരം എന്ത് ചെയ്തു? ഞാൻ മടങ്ങി. അതിന് റജഅത്തു, റജഅത്തു മിനൽ മദ്രസത്തി മസാഅൻ, വൈകുന്നേരം ഞാൻ സ്കൂളിൽ നിന്ന് മടങ്ങി. അടുത്തത് ലൈബ, കളിച്ചു. ലൈബ്തു ഫിൽ മൈദാനി മഅൽ അസ്തിഖാഇ, കൂട്ടുകാരോടൊപ്പം ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചു. ഓക്കെ, അപ്പോൾ തു എന്ന അവസാനം ചേർത്താൽ ഞാൻ ചെയ്തു എന്ന അർത്ഥം കിട്ടും. ഇനി ഇവിടെ നുൻഷിദു വന തദവ്വഖു വന തഅറഫു അലൽ അലാബ്, നമുക്ക് പാട്ട് പാടാം, ആസ്വദിക്കാം, കളികൾ മനസ്സിലാക്കാം. കുറച്ചു കളികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ കളികളെക്കുറിച്ചുള്ള പാട്ടുകളാണിത്. ഒന്നാമത്തെ കളി ലഅബത്തുൽ ഹജ്ലത്ത്, ഹോപ്പ് സ്കോച്ച് ലാബ്, ഹോപ്പ് സ്കോച്ച് ഗെയിം എന്ന് പറയും. അതായത് കളം വരച്ച കളിയാണ്. കളം വരച്ചിൽ അതിൽ ചാടി ചാടി പോവുക, അതാണ് കളി. അതിന് അറബിയിൽ ലഅബത്തുൽ ഹജ്ല എന്ന് പറയും. ഉംസിക്കു റിജ്ലൻ, അതെങ്ങനെയാണ് കളിക്കുക എന്നാണ് ഈ പാട്ടിലുള്ളത്. ഉംസിക്കു റിജ്ലൻ, ഒരു കാല് ഞാൻ പിടിച്ചു വെക്കും, അതായത് ഒരു കാല് മടക്കി വെക്കും. ഉത്തിലേക്ക് റിജ്ലൻ, ഒരു കാല് ഫ്രീ ആയി വിടും. മീൻസ് ഒറ്റക്കാലിൽ നിന്ന് ചാടും അല്ലേ, ഒറ്റക്കാലിൽ ചാടി ചാടി പോകും, ഓരോ കള്ളിയിലും ചാടി ചാടി പോകും. ഓക്കെ. അബ്ദ മഹലൻ ഹജ്ലൻ ഹജ്ലൻ, ഈ ഹജ്ല് കളി അബ്ദ മഹലൻ, മഹലൻ പതുക്കെ തുടങ്ങും അല്ലേ, ഹജ്ലൻ ഹജ്ലൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കളിക്കുക. അന അത്ത ഹത്ത ഹത്തൻ ഹത്തൻ, ഓരോ ചുവടായിട്ട് ചുവട് വെച്ച് പോകും, അതായത് ഒറ്റക്കാലിൽ ചുവട് വെച്ച് പോകും, ഒറ്റക്കാലിൽ ചാടിപ്പോകും. ഇന്ത്യ ഹിബ്ര, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യ കുതിറ, എനിക്ക് കഴിവുണ്ട്. അസ്ബിഖു ഗൈരി, മറ്റുള്ളവരെ ഞാൻ മുൻകടക്കും. മിസലത്വൈരി, ഒരു പക്ഷിയെപ്പോലെ മറ്റുള്ളവരെയൊക്കെ കടത്തിവിട്ട് ഞാൻ മുന്നേറും, അങ്ങനെ ജയിക്കും. ഇതാണ് കളി.
ഇനി അടുത്തൊരു കളിയാണ് ലഅബത്തുൽ കറാസി, കസേര കളി. അറിയാമല്ലോ കസേര കളി. മ്യൂസിക് ഓൺ ചെയ്യും, മ്യൂസിക്കൽ ചെയർ അല്ലേ. മ്യൂസിക് നിൽക്കുമ്പോൾ കസേരയിലിരിക്കുക, അതാണ് കളി. നുസ്രിഉ ഫി ഹമാസിൻ, ഞങ്ങൾ ആവേശത്തോടെ ഓടും. ലില്ലഅബത്തിൽ കറാസി, കസേര കളിക്ക് വേണ്ടി. നദൂറു ഹൗലഹ മഅൻ, അതിന് ചുറ്റും ഞങ്ങൾ ഒരുമിച്ച് കറങ്ങും, കസേരയ്ക്ക് ചുറ്റും. ഹത്തായനാല മൗദയൻ, അങ്ങനെ ഒരു സ്ഥലം കിട്ടുന്നത് വരെ, ഒരു ഇരിപ്പിടം കിട്ടുന്നത് വരെ. അതായത് കസേര മ്യൂസിക് നിൽക്കുമ്പോൾ ഒരു കസേര കിട്ടണം അല്ലേ. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോയി. വാഹിദൻ ഫവാഹിദൻ യുഖ്രിജു അന്ന സായിദൻ, ഓരോരുത്തരായിട്ട് ഞങ്ങളിൽ നിന്നും എക്സ്ട്രാ വന്നിട്ട് പുറത്തായി പോകും. സായിദ മീൻസ് എക്സ്ട്രാ അല്ലേ. ഒരു കസേര എണ്ണം ഒന്ന് കുറവായിരിക്കും, ഒരാൾ കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലാകുന്നയാൾ ഓരോരുത്തരായിട്ട് പുറത്താകും. വമൻ തബക്ക വഹദഹു, ആരാണോ ഒറ്റക്ക് അവശേഷിച്ചത്, ഏറ്റവും അവസാനം തനിച്ച് ഒറ്റക്ക് ബാക്കിയായത് ആരാണോ, നാലൽ ഹദായ വഹദഹു, സമ്മാനവും അവനൊറ്റക്ക് കിട്ടും, അതായത് അവൻ ജയിക്കും. ഓക്കെ. ഇനി ലാബത്തു ഷദ്ദിൽ ഹബിൽ. ഷദ്ദിൽ ഹബിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, വടംവലി മത്സരം അല്ലേ. 2 ടീം അപ്പുറം ഇപ്പുറം നിന്നിട്ട് പൊരിഞ്ഞ വലി വലിക്കും. നൽ അബു ഷദ്ദൽ ഹബിലി, വടംവലി ഞങ്ങൾ കളിക്കും. ഫി കുവ്വത്തിൻ വാക്കലിൻ, ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട്. വടംവലിക്ക് ശക്തി മാത്രം മതിയോ? പോരാ, അല്പം ബുദ്ധി കൂടെ വേണം, എന്നാലേ ജയിക്കാൻ പറ്റൂ. കുല്ലു ഫരിയക്കിൻ ഫി തറഫിൻ, 2 ടീമുകൾ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഓരോ ഭാഗത്തായി നിൽക്കും. യശുദ്ധ ഹത്തൽ മുൻതസഫ്, അങ്ങനെ പകുതിയാകുന്നത് വരെ വലിക്കും. അതായത് മറ്റേ ടീമിനെ വലിച്ച് പകുതി വരെ വലിച്ചിങ്ങിടണം, എന്നാലേ ജയിക്കൂ. ഹത്തായ ഫൂസ വാഹിദൻ, അങ്ങനെ ഒരു ടീം വിജയിക്കുന്നത് വരെ വലിക്കും. ബിഷിദ്ദത്തിൻ, ശക്തമായി വലിക്കും. വയസ് അത്, അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവർ സന്തോഷിക്കും. ഇതാണ് വടംവലി മത്സരം. ഇങ്ങനെ പഴയ നാടൻ കളികൾ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റുമല്ലേ. ഓക്കെ, ഇതോടെ ഈ പാഠം കഴിഞ്ഞു. ഇവിടെ എഴുത്ത് പരിശീലിക്കണം, അർത്ഥങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ 4ാമത്തെ യൂണിറ്റ് തുടങ്ങാം.